കേരള രാഷ്ട്രീയവും കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള നാടകങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഭരണകക്ഷിയുടെ ഭാഗമായി ഭരണകക്ഷിയുടെ MLA ആയി വിജയിച്ചു വന്ന 2 ടേം വിജയിച്ചു വന്ന വ്യക്തി തന്നെ കേരളത്തിന്റെ പോലീസിന്റെ അധോലോക സംസ്കാരവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അധോലോക പ്രവർത്തനത്തെക്കുറിച്ചും തുടക്കമിട്ടിട്ട് അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ എങ്ങനെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പരാമർശം നടത്തി. ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രി ദേശീയ ദിനപത്രത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തെക്കുറിച്ചാണ്. ആ അഭിമുഖത്തിന്റെ വാചകങ്ങൾ കഴിഞ്ഞ കുറേ വർഷക്കാലമായി സംഘപരിവാർ കക്ഷികൾ ആവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേ വാചകങ്ങളാണ് വന്നിട്ടുള്ളത്. കാശ്മീരിനെയും മലപ്പുറത്തിനെയും താരതമ്യം ചെയ്തുകൊണ്ടാണ് എപ്പോഴും BJP പ്രതികരിക്കാറുള്ളത്. പാലക്കാട് ഒരു ആന ചരിഞ്ഞപ്പോൾ അത് മലപ്പുറത്തെ തലയിൽ കൊണ്ടുവെക്കാൻ പോലും കേന്ദ്രമന്ത്രിമാർ ശ്രമിക്കുകയുണ്ടായി. മലപ്പുറത്ത് ഒരു പ്രത്യേക പട്ടാളത്തിന്റെ ബറ്റാലിയൻ വേണം എന്ന് BJP നേതാവ് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മലപ്പുറത്തെ കുറ്റകൃത്യങ്ങൾ കാരണം പട്ടാളത്തിന്റെ ഒരു പ്രത്യേക ബറ്റാലിയൻ മലപ്പുറത്ത് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഈ പശ്ചാത്തലമൊക്കെ നിലനിൽക്കെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദേശീയ ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഈ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ഇന്നലെ വൈകിട്ട് വരെ 30 മണിക്കൂറിലേറെ ഈ ദിനപത്രം കഴിഞ്ഞ ദിവസം 30-ാം തീയതി രാവിലെ പ്രസിദ്ധീകരിച്ച് 1-ാം തീയതി വൈകിട്ട് വരെ അതിലൊരു പ്രതികരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ ആദ്യമായിട്ട് ഇതിൽ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ മരുമകനായ റിയാസാണ്. റിയാസാണ് ഒരു പുതിയ നെറേറ്റീവ് കൊണ്ടുവന്നത്. ഇതിൽ മുഖ്യമന്ത്രി ഒരു ജില്ലയുടെയും പേര് പറഞ്ഞില്ല എന്നൊരു നെറേറ്റീവ് കൊണ്ടുവന്നു. വൈകിട്ടായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അനുരോധമായ നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുകയുണ്ടായി. ഹിന്ദുവിന് കത്തയക്കുന്നു, ഹിന്ദുവിന്റെ മറുപടി വരുന്നു. ഹിന്ദുവിന്റെ മറുപടി വന്നപ്പോഴാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഹിന്ദു ഒരു വലതുപക്ഷ മാധ്യമമാണെന്ന് പിണറായി വിജയൻ പറയത്തില്ലല്ലോ. രാജ്യത്തെ ഇന്നും നിലനിൽക്കുന്ന ഇടതുപക്ഷ മാധ്യമങ്ങളിലൊന്ന് അതിന്റെ ഇന്റഗ്രിറ്റിക്ക് പേരെടുത്തിട്ടുള്ള ഒരു മാധ്യമമാണ്. ആ ദിനപത്രം അതിന്റെ വിശദീകരണവുമായി കൊണ്ടുവന്നു. വിശദീകരണത്തിൽ വളരെ വ്യക്തമാക്കുന്നത് ഒരു PR ഏജൻസിയുമായി ബന്ധപ്പെട്ട 2 പേർ അഭിമുഖത്തിനുണ്ടായിരുന്നു. അവരാവശ്യപ്പെട്ടിട്ടാണ് അഭിമുഖം കൊടുത്തത്. ആ അഭിമുഖത്തിൽ പറഞ്ഞതിന് ശേഷം ആര് അഭിമുഖം ആവശ്യപ്പെട്ടു വന്നോ അവര് തന്നെ തിരുത്തുകൊടുത്തു. ആ തിരുത്തുകൊടുത്ത് മുഖ്യമന്ത്രി നേരത്തെ ഇത് പ്രസ്താവന നടത്തിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സ്വാഭാവികമായി ഉയരുന്ന സംശയം, അതിനുശേഷം ഇന്ന് വേറെ നെറേറ്റീവ് വരുന്നുണ്ട്. ഇന്ന് സ്വാഭാവികമായി ഉയരുന്ന സംശയം, ഇങ്ങനൊരു PR ഏജൻസി ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരാണ് ആ PR ഏജൻസിക്ക് പണം കൊടുക്കുന്നത്? ആരെങ്കിലും പണം കൊടുക്കാതെ എന്താണേലും സൗജന്യമായി വന്ന് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ചെലവാക്കുന്നില്ല. പിന്നെ ആരാണ് ഈ PR ഏജൻസി എൻഗേജ് ചെയ്ത് പണം കൊടുത്തിട്ടുള്ളത്? ഇന്നിപ്പോൾ വളരെ ദുർബലമായ നിലയിലേക്ക് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല എന്നുള്ള വാദമുഖവുമായിട്ടാണ് റിയാസ് അടക്കം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദു ദിനപത്രം കള്ളം പറഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ വേണ്ടി ഹിന്ദു ദിനപത്രം പടുത്തുയർത്തിയൊരു നുണക്കഥയാണ് എന്ന് കണ്ടുകൊണ്ട് ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാണോ? ഹിന്ദു ദിനപത്രത്തിനെതിരെ കേസ് കൊടുക്കല്ലേ? അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല, ഇതെല്ലാം ഹിന്ദു ദിനപത്രത്തിന്റെ ഭാവനയിൽ ഉദിച്ചതാണ് എന്നുണ്ടെങ്കിൽ ഹിന്ദു ദിനപത്രത്തിനെതിരെ കേസ് കൊടുക്കാത്ത എന്താണ്? പിണറായി വിജയൻ കേരളത്തിന്റെ ആകെ ഞങ്ങളുടെയും കൂടെ മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രിയെ ബോധപൂർവ്വം ഇല്ലാ കഥ പറഞ്ഞ് തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല?
അതില്ലാത്തത്തോളം കാലം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ദിനപത്രം ഒരു നുണക്കഥയാണ് പ്രചരിപ്പിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇമേജ് മേക്ക് ഓവറിന് വേണ്ടി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങി അന്നു മുതൽ നടന്ന എൻഗേജ് ചെയ്ത ഏജൻസികൾ ആണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇതെന്താ തെളിയിക്കുന്നത്? കേരളത്തിന്റെ ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് നേരെ ചൊവ്വേ ഒരു വാചകം പറയാൻ അറിയാൻ വയ്യ. ഇതിനൊക്കെ ഒരു PR ഏജൻസിയുടെ സഹായം വേണം എന്നുള്ള നിലയിലേക്ക് മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേട് തന്നെയല്ലേ ഇതുവഴി പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയാകെ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് വരുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ അജണ്ടയുണ്ട്.